Bye Munshi, safe journey. Trichy days முடிய போகுது. காலையில் ஓடிக்கலாம்னு நினைக்கிறேன். Next destination வந்து കരൂർ, അറ്റ്ലീസ്റ്റ് നിയർ കരൂർ. കരൂർ ഇവിടെ നിന്നൊരു 60 കിലോമീറ്ററോളം ഉണ്ട്. 60 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡെയിലി ആവറേജ് 20 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് 3 ദിവസമുണ്ട്. ബട്ട് ട്രിച്ചി വരെ ഇപ്പോൾ 30 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. അതുപോലെയൊക്കെ വെച്ച് പിടിക്കുകയാണെങ്കിൽ 2 ദിവസം 2.5 ദിവസത്തിലൊക്കെ എത്താം. അത്രയേ ഉള്ളൂ. കാവേരീനെ കൊണ്ട് ജീവിച്ചു പോകുന്ന മറ്റൊരു വിഭാഗം അവർ, ഇവിടുത്തെ അലക്ക് തൊഴിലാളികൾ. ഈ ഹോട്ടൽസ് ലോഡ്ജിലൊക്കെ ഉള്ള ബെഡ്ഷീറ്റ്സ്, പില്ലോ കവേഴ്സ് എല്ലാവരും കൊണ്ടുവന്ന് കാവേരിയിൽ വെക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒന്നിനും കൊള്ളാതായി കഴിഞ്ഞാൽ അവരുടെ കഞ്ഞിയൂടി മുട്ടി. ഈ പാലം ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങ് അപ്പുറത്തെ സൈഡിലോട്ട് വെച്ച് പിടിക്കണം. എന്നത്തെയും പോലെ റോഡിലൂടെയുള്ള നടപ്പ് ശരിയാവില്ല. അവിടുന്ന് ഒരു ചെറിയൊരു റോഡ് കിട്ടി കാവേരിയിലോട്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ എന്തെങ്കിലും വഴിയോ കാടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. അവിടെ ഗോപുരം കാണുന്ന ശ്രീരംഗം. ഇപ്പോൾ ഈ കര മൊത്തം കൊല്ലിടത്തിൻ്റെ കരയാണ്. കാവേരി ശ്രീരംഗത്തിൻ്റെ അപ്പുറത്തുള്ളത്. ഞാൻ ഇന്ന് കൊല്ലിടം പിടിച്ച മുക്കമ്പം എന്നൊരു ഡാം വരും. മുക്കമ്പം ഡാം ഒരു 14 കിലോമീറ്റർ. പക്ഷെ അത് സമയമെടുക്കും എന്നാ തോന്നുന്നേ. ഇവിടുത്തെ ഈ പാത ഊഴിയ. ഈ സമയത്ത് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് ഈ പുല്ലുകളോടാണ്. അയ്യോ, ഇതുള്ളതുകൊണ്ട് നടക്കാൻ പറ്റുന്ന കുറച്ചെങ്കിലും. അപ്പുറത്തെ സൈഡിലോട്ടൊന്നും ചിന്തിക്കാൻ വയ്യപ്പോൾ. ഒരു റോഡിലൂടെ നടക്കുന്നതിൻ്റെ എത്രയോ മടങ്ങ് ക്ഷീണിച്ചിട്ടുണ്ട് ഇപ്പോൾ വരയ്ക്കും.
സമയം പോയത് അറിയില്ല. അത്രയധികം കിളികളുണ്ട് ഇവിടെ, അത്രയും വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ഒരു ബേർഡ് വാച്ചിങ്ങിനെല്ലാം പറ്റിയ സ്ഥലമാണ്. ഞാനിവിടെ പ്രത്യേകിച്ച് വഴിയൊന്നും കാണുന്നില്ല. എനിക്ക് പോകാൻ ഞാനൊരു വഴി വെട്ടേണ്ടി വരും. അത് ഹൈവേ ബാംഗ്ലൂർ വരെ പോകുന്ന റോഡാണ്. തൊട്ടിപ്പുറം മുക്കമ്പം ഡാം വരെ പോകുന്ന ഒരു വഴി. എന്തായാലും ഇതിൽ കയറി. ഇതാകുമ്പോൾ സുഖമാണ്, ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ കുറേ പൂമ്പാറ്റകൾ. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് പൂമ്പാറ്റകൾ. ഇവിടെ അടുത്ത് ഒരു ഡിയർ പാർക്ക്, ഒരു ഡിയർ പാർക്കും ഉണ്ട്. അതിനോട് തന്നെ ചേർന്ന് ഒരു ബട്ടർഫ്ലൈ പാർക്കും ഉണ്ട്. ആക്ച്വലി ഈ കൊല്ലിടം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കൊല്ലിടം, അതിന് ഇപ്പുറത്ത് കാവേരി, ഇതിന് നടുവിലിരിക്കുന്ന ഈ ശ്രീരംഗം ഉൾപ്പെടുന്ന സ്ഥലം വരെ ഒരു 40 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്നൊരു ഐലൻഡാണ് ഈ റിവറിലുള്ള. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ ബട്ടർഫ്ലൈ പാർക്കും ഡിയർ പാർക്കും എല്ലാം. അതിൻ്റെയൊക്കെ എഫക്റ്റ് ഇവിടെ കാണുന്നുണ്ട്. അത്രയും ബട്ടർഫ്ലൈസ് ഇവിടെ ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ്, ഒരുപാട്. ഭയങ്കര സന്തോഷം അത് കാണുന്നത്. ഒപ്പം കുറേ മുൾച്ചെടികളുണ്ട്. വലിഞ്ഞ് മുറുക്കി കൈയൊക്കെ മുറിവായി അതങ്ങനെ പോകും ഒരു വഴിക്ക്. ആക്ച്വലി എനിക്ക് കൊല്ലിടം നടക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ബട്ട് നടന്നു കയറി. പക്ഷെ കൊള്ളിടം കൊള്ളാം, ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ആളെ കൊല്ലുന്ന വെയിലാണ് ഇവിടെ. அங்கே இருக்கா பைப்? ஆ சரி சரி. மெத்தியில் வச்சு விடு, நல்லா பெருசாக வை. ஏர் பிடிச்சிக்க, அவ்வளோதான். பாரு விடு, முட்டியில் போகுது. பாரு சிந்தாமேடு, சிந்திர பாரு. ഞാൻ കേരളത്തിൽ നിന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്നെ കുറച്ച് നേന്ത്രപ്പഴം കഴിപ്പിക്കണം. അപ്പോൾ ഇവിടെ കൃഷി ചെയ്ത് കൊല വെട്ടി കഴിഞ്ഞാൽ പുള്ളിക്ക് കൊണ്ടു കൊടുക്കും. അമ്പലത്തിലേക്ക് കൊടുക്കുന്നതിൻ്റെ ഇതാ, അത് പുള്ളി വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴുത്തിരിക്കുകയാണ്. എന്നാൽ പിന്നെ പുള്ളി നേരെ പോയി എന്നെ അവിടെ ഇരുത്തി അത് മൊത്തം എടുത്തുകൊണ്ട് വന്ന് തന്നു.
വലിയൊരു പൊതിയാക്കി കൂടെ ആപ്പിളും എന്തൊക്കെയോ ഫ്രൂട്ട്സൊക്കെ കൂടി ചേർത്ത് ബാഗിനകത്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊരു സന്തോഷം. ശരി പറയാം. തൊട്ടിയം ഈ റൂട്ടിൽ തന്നെ കുറച്ച് ദൂരത്തിലുള്ള ഒരു സ്ഥലം തൊട്ടിയം. അപ്പോൾ അവരെല്ലാം അവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇവർ വെറ്റിൽ കൃഷി ചെയ്യുന്നു. അപ്പോൾ അത് പടരാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം സ്റ്റെം, ഒരു പ്ലാന്റിൻ്റെ. അത് അത്ര സ്റ്റെം എന്ന് പറയുക അത്ര ഹാർഡായിട്ടുള്ള കാര്യമൊന്നുമല്ല. ലൈക്ക് ജൂട്ടിൻ്റെ ഒക്കെ സ്റ്റെമ്മുള്ള പോലെ ഒരു ഇതാണത്. അപ്പോൾ അത് ഇവിടുന്ന് വെട്ടി ഒരു 4 ദിവസത്തെ പരിപാടിക്ക് വന്നിട്ടുള്ളത്. 4 ദിവസം ഇരുന്ന് വെട്ടി ഒരു ടെമ്പോല എങ്ങനെ കയറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. ഒരു റിവറിനെ ചുറ്റിപ്പറ്റി എത്ര തരത്തിലെ ആൾക്കാർ ജീവിക്കുന്നത് എന്നുള്ളത് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. ഈ മുൾച്ചെടികളുടെ സംഭാവന അതൊക്കെ. കിലോമീറ്റർ കൂടെ മുക്കുമ്പം എത്തിയാൽ എന്താ കഥ എന്നറിയില്ല. മുക്കുമ്പം ഇങ്ങനെയുള്ള സ്ഥലമെന്നറിയില്ല. ഡാമുണ്ട് അവിടെ. കല്ലണை പോലത്തെ ഒരു സ്ഥലമാണെങ്കിൽ വീണ്ടും എനിക്ക് നടക്കേണ്ടി വരും ഇന്ന് തന്നെ ഒരുപാട്. കല്ലണை വന്ന് 15 കിലോമീറ്ററിൽ കൂടുതൽ പിന്നെ തിരിച്ചു വരെ വന്നിട്ട് എനിക്കൊരു കിടപ്പാടൊപ്പിക്കാൻ പറ്റി. മുക്കുമ്പം സഹായിച്ചാൽ മതിയായിരുന്നു. മുക്കുമ്പം വന്നിരിച്ച് ഇങ്ങ പെരുസായതുമില്ല. ഇതെല്ലാം മുക്കുമ്പം ഡാമിൻ്റെ ഭാഗങ്ങളാണ്. ഡാം അവിടെ ഉള്ളിലുള്ളത്. ഇത് വന്ന് കാവേരി ഇവിടുന്ന് കൊല്ലിടം കാവേരിയുമായിട്ട് മാറിപ്പോകുന്നു. ഇവിടെ അതാണ് മുക്കുമ്പം. കാവേരി മുക്കുമ്പത്തുനിന്ന് കാവേരി കണ്ടപ്പോൾ സന്തോഷമായി. ഇനി കുറച്ച് സന്തോഷത്തോടെ നടക്കാം. കൊല്ലിടം എന്നെ ഇത്തിരി വലപ്പിച്ചു. നന്നായിട്ട് വേർത്തു.